ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കും. കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ്. രാഹുലിന് പൂർണ്ണ ആശ്വാസം കിട്ടിയിട്ടില്ല, താൽക്കാലിക ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. പൂർണ്ണ ആശ്വാസത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് 700ാമത്തെ ഐറ്റമായിട്ടാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുക. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. രാഹുലിന് വേണ്ടി അഭിഭാഷകനായ അഡ്വക്കേറ്റ് എസ് രാജീവാണ് ഹാജരാകുന്നത്. ഈ പരാതി കെട്ടിച്ചമച്ചതാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ടുകൊണ്ട് മാത്രം അന്വേഷണം നടത്തുന്ന ഒരു പരാതി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ പറയുന്നത്. തനിക്ക് കുറച്ച് തെളിവുകൾ ഹാജരാക്കാനുണ്ടെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ അറസ്റ്റ് തൽക്കാലം വേണ്ട എന്ന് കോടതി നിലപാടെടുത്തത്. അറസ്റ്റ് വേണ്ട എന്ന നിലപാട് കോടതി നീട്ടി നൽകുമോ എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രോസിക്യൂഷൻ ആകട്ടെ ശക്തമായി തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ എതിർക്കാനുള്ള തീരുമാനത്തിലാണുള്ളത്. പ്രത്യേകിച്ച് നിലവിൽ രാഹുലിന് ജാമ്യം നൽകിയാൽ ഈ കേസ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ പരാതിക്കാരിയെ അടക്കം ഭീഷണിപ്പെടുത്തും. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡറാണ്. മുൻപും ഇയാൾക്കെതിരെ ഇത്തരത്തിലുള്ള പരാതികൾ ഉണ്ടായിരുന്നു. തുടർന്നുള്ള കാര്യങ്ങളൊക്കെ രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് പ്രോസിക്യൂഷൻ പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയൊരു വാദപ്രതിവാദങ്ങളിലേക്ക് ഇന്ന് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.